UK വന്നിട്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ? സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷമുള്ള കാര്യമല്ല, സങ്കടമാണ്. ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞ് എടുത്താൽ മതിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നല്ല ഇപ്പോൾ നിങ്ങളിന്ന് ചിന്തിക്കുന്നത്. ഞാൻ UK വന്നപ്പോൾ എൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസ്, അതായത് ഇന്ത്യൻ ലൈസൻസ് വെച്ചാണ് ഞാനിവിടെ ഇൻഷുറൻസ് എടുത്തത്. അപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആദ്യത്തെ ഒരു വർഷം റെസിഡൻറ്റ് പെർമിറ്റായിട്ട് കിട്ടി വരുന്നവർക്ക് ആദ്യത്തെ ഒരു വർഷം 12 മാസം നമുക്ക് നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാം. ആ 12 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇൻഷുറൻസ് എടുത്തത് ഇന്ത്യൻ ലൈസൻസ് വെച്ചാണ്. അപ്പോൾ എനിക്ക് ഗോ കമ്പയർ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി വെച്ചാണ് മിക്കവാറും എല്ലാവരും എടുക്കുന്നത്. ഞാനത് വെച്ച് ആണ് എടുത്തത്. എനിക്ക് 136 പൗണ്ടാണ് ചാർജ് ചെയ്തത്. അതിന് എൻ്റെ വണ്ടി എന്ന് പറയുന്നത് 2017 മോഡൽ ഒരു സെഡാനാണ്. അപ്പോൾ അതിന് എനിക്ക് 136 പൗണ്ടാണ് ചാർജ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം ലൈസൻസ് കിട്ടി. അന്നേരം നമ്മൾ ലൈസൻസ് നമ്പർ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തപ്പോൾ അവർ എനിക്ക് തന്ന ഇൻഷുറൻസിൻ്റെ പ്രീമിയം എത്രയാണെന്നറിയോ? ഈ 136 പൗണ്ട് പെർ മന്ത് ഞാൻ 12 മാസം അടയ്ക്കേണ്ടിയിരുന്നത് ഞാൻ ലൈസൻസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 300 പൗണ്ട് പെർ മന്ത് വെച്ച് അടയ്ക്കണം. അതായത് ഇനി വരുന്ന ബാക്കിയുള്ള 5 മാസങ്ങൾ 300 പൗണ്ട് പെർ മന്ത് വെച്ച് ഞാൻ അടയ്ക്കണം. മാത്രമല്ല എൻ്റെ ലൈസൻസിൽ അവർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്പർ തെറ്റായിട്ടാണ് അടിച്ചത്. അത് കറക്റ്റ് ചെയ്ത് തരണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് കറക്റ്റ് ചെയ്യുന്നതിന് ഇനി വേറെ 68 പൗണ്ടോ മറ്റോ ഞാൻ വീണ്ടും കൊടുക്കണം. അവരുടെ ഭാഗത്തു നിന്ന് തെറ്റിന് ഞാൻ പൈസ കൊടുക്കും. ആലോചിച്ചോ? ഇനി നിങ്ങൾ പറ, ഞാൻ സന്തോഷിക്കണോ അതോ സങ്കടപ്പെടണോ? അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. UK വരുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് അല്ല, എല്ലാവരും എടുക്കുന്ന ഇൻഷുറൻസ് വണ്ടിക്കല്ല, ഇൻഷുറൻസ് വ്യക്തികൾക്കാണ്. വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എൻ്റെ പേരിലാണ് ഇൻഷുറൻസ്. ഞാൻ മാത്രമേ ആ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ അയാളെ ഡ്രൈവറായിട്ട് എൻ്റെ ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ആ വീണ്ടും പൈസ വരും. അത് പിന്നെ ഈ ഇൻഷുറൻസ് തരുമ്പോൾ ഒരുപാട് ക്രൈറ്റീരിയ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ഇല്ല. അത് വേറൊരു നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും ഞാൻ ജീവിച്ച സ്ഥലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അതായത് എത്ര കിലോമീറ്റർ ഓടിക്കും, പീക്ക് ടൈമിൽ ഓടിക്കുമോ, രാവിലെ ഓടിക്കുമോ, ഉച്ചയ്ക്ക് ഓടിക്കുമോ, വൈകുന്നേരം ഓടിക്കുമോ, എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈൽസ് നിങ്ങൾ ഒരു വർഷം ഓടിക്കും, എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, ജോലിക്ക് കൊണ്ടുപോകുമോ, പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമോ, അങ്ങനെ നിരവധി എത്ര കുട്ടികൾ വീട്ടിലുണ്ടോ, അങ്ങനെ അനവധിയായ ചോദ്യങ്ങൾ കേട്ടാണ് ഈ 136 പൗണ്ട് പെർ മന്ത് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ടില്ല, ഇവിടുത്തെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് 300 പൗണ്ടാക്കി. ഒന്ന് ആലോചിച്ചോണം. ഇനി പറ, സന്തോഷിക്കണം സങ്കടപ്പെടണം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോയിൽ താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം പറ്റുന്നവർ. ഓക്കെ, അപ്പോൾ ശരി.